നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ആ വൈദ്യര് വലിയ ആളാന്ന് പറയുന്നുണ്ടല്ലോ, ശരിയാണോ? അതെ, അങ്ങനെയാ പറഞ്ഞത്. എന്ന് വെച്ചാ ഏട്ടന് കുറെ നാൾ കഴിയുമ്പോൾ എഴുന്നേറ്റ് നടക്കാം, പതിയെ ജീവിതത്തിലേക്ക് വരാം, അല്ലേ? അപ്പോ എന്റെ സ്ഥാനം എന്തായിരിക്കും? ഗൗതം, പത്മിനി ചായ എടുക്കൂ. വന്നോളൂ. അതെ, ഞാൻ വൈദ്യനോട് അങ്ങനെ ഒരു സംശയം ചോദിച്ചെന്നേ ഉള്ളൂ. ദേ, അത് കേട്ട് കോൺഫിഡൻസ് ഒന്നും കളയാൻ നിൽക്കണ്ട. നമ്മൾ ഇത് തിരിച്ചു പിടിക്കുന്നേ. സൂര്യ, ഞാൻ കാല് പിടിച്ച് മാപ്പ് ചോദിക്കാം. എന്റെ മനസ്സിൽ ഒരു നിമിഷത്തിന് തോന്നിയ തെറ്റ് ഞാൻ മായ്ച്ചു കളഞ്ഞു. ഇനി എന്റെ മനസ്സിൽ സൂര്യ മാത്രമേ ഉണ്ടാവൂ. സൂര്യ നോക്കിക്കോളാം. സൂര്യക്ക് വേണ്ടി ഞാൻ എത്ര കഷ്ടപ്പെടാനും തയ്യാറാ. എനിക്ക് എന്റെ പഴയ സൂര്യ തിരിച്ചു വേണം. എനിക്ക് വേണ്ടി ഇത്രയും ത്യാഗം സഹിക്കുന്ന ഒരാളുടെ ഒരു ചെറിയ തെറ്റ് ഞാൻ സഹിച്ചല്ലേ പറ്റൂ. താങ്ക് യു സൂര്യ, താങ്ക്സ്. രാധിക മോളെ, നിന്നോട് ഈ കുടുംബം എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. എന്താ മുത്തശ്ശി? ദേ കണ്ടോ, കൽപ്പനയുടെ ഈ മാറ്റത്തിനും സൂര്യയുടെ ഈ സന്തോഷത്തിനും ഒക്കെ കാരണം നീയാ. കൽപ്പന, എന്താ ഇത്ര തിരക്ക്? സൂര്യയുടെ ചികിത്സ തുടങ്ങാനല്ലേ, അതിന്റെ. ആ വൈദ്യര് വലിയ ആളാന്ന് പറയുന്നുണ്ടല്ലോ, ശരിയാണോ? അതെ, അങ്ങനെയാ പറഞ്ഞത്. എന്ന് വെച്ചാ ഏട്ടന് കുറെ നാൾ കഴിയുമ്പോൾ എഴുന്നേറ്റ് നടക്കാം, പതിയെ ജീവിതത്തിലേക്ക് വരാം, അല്ലേ? അപ്പോ എന്റെ സ്ഥാനം എന്തായിരിക്കും? ഗൗതം, ഏട്ടന്റെ കാൽക്കലിരുന്ന് പറയുന്നേക്കാൻ ഞാൻ കേട്ടു. എല്ലാം മറക്കാൻ തീരുമാനിച്ചു അല്ലേ? അല്ല, പിന്നെ കണിമംഗലത്തിന്റെ സ്വത്ത് നേടിയെടുക്കാൻ ഞാനും നീയും പങ്കുവച്ച സ്വപ്നങ്ങൾ പൂർത്തീകരിക്കാൻ. എന്നെ വിഡ്ഢിയാക്കാൻ നോക്കണ്ട. കേൾക്കുമ്പോ വിഡിത്തം പോലെ നിനക്ക് തോന്നും. സൂര്യ എഴുന്നേറ്റ് നടക്കുമെന്ന് 1% പോലും ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷെ ഞാൻ സൂര്യക്ക് വേണ്ടി എന്തും ചെയ്യുമെന്ന് എനിക്കവരെ വിശ്വസിപ്പിച്ചേ പറ്റൂ. ഗൗതം, നാളെ ഒരു സുപ്രഭാതത്തില് സൂര്യ പഴയതുപോലെ തിരിച്ചു വന്നാ പോലും ആ മനുഷ്യനെ സഹിക്കാൻ എനിക്ക് പറ്റില്ല. അത്രയ്ക്ക് ഞാൻ നിന്നോട് അടുത്ത് പോയി. വാക്ക് മാറ്റി പറയാൻ ഒരു പെണ്ണിന് ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ കൽപ്പന അങ്ങനത്തെ പെണ്ണല്ല. കണിമംഗലത്തിന്റെ സ്വത്ത് ഒട്ടും വീതം വെക്കാതെ എന്റെ പേരിൽ കിട്ടണം. അതിനുള്ള തന്ത്രം തന്നെയാ. അത് കഴിഞ്ഞ് നമുക്ക് ജീവിച്ചു തുടങ്ങണം, നമ്മുടെ സ്വപ്നങ്ങൾ പോലെ, രാജാക്കന്മാരെ പോലെ. എന്നെ ഒന്ന് വിശ്വസിക്കുക ഗൗതം.
തൽക്കാലം ഞാൻ വിശ്വസിക്കാം, അല്ലാതെ വേറെ മാർഗമില്ലല്ലോ. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കിയോ, എനിക്ക് പ്രതീക്ഷകൾ തന്ന് എന്നെ ചതിച്ച രണ്ടെണ്ണത്തിന് കൊന്നുകളയാനും ഞാൻ മടിക്കില്ല. എന്തായാലും അതിനിടയുണ്ടാവില്ല. ഈ കൽപ്പനയ്ക്ക് ഒറ്റ വാക്കേ ഉള്ളൂ, ഗൗതമിനോട് പറഞ്ഞ ഒറ്റ വാക്ക്. അത് ഞാൻ പാലിക്കും. കുട്ടി, ആ മരുന്ന് ഇങ്ങെടുത്തോളൂ. അതെ, സൂര്യയുടെ കാര്യത്തിലെ എന്നെക്കാൾ ഉത്സാഹം നീ കാണിക്കണ്ട. എന്റെ ഭർത്താവിന്റെ കാര്യം നോക്കാൻ എനിക്കറിയാം. ബാക്കിയുള്ള മരുന്നുകൾ കൂടി അരച്ചെടുക്കാം. പറഞ്ഞത് കേട്ടില്ലേ? പെട്ടെന്ന് പോയി അരച്ചെടുത്തോണ്ട് വാ. ചൊല്ല്. ഇപ്പൊ അരച്ചോണ്ട് ഭഗവാനെ, അമ്മേ, കാര്യങ്ങളൊക്കെ നന്നായി നടക്കുന്നുണ്ട്. നമ്മുടെയൊക്കെ പ്രതീക്ഷ ഫലിക്കും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.